ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നീ വരുവോളം 26-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. അന്ന് രാത്രി ഹോസ്പിറ്റലിൽ അവർക്കൊപ്പം തങ്ങിയ ശേഷം ശ്യാം പുലർച്ചെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു. ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് ഉമ്മറത്ത് ശ്യാമിനെ കണ്ടതും വീണയും കുട്ടികളും സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അച്ഛനെ കണ്ട ആവേശത്തിലായിരുന്നു കുട്ടികൾ. വീണ അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. എൻ്റെ പൊന്നു മോനെ, നീ ഇത് എവിടെയായിരുന്നു? ഒരു വിളിയും പറച്ചിലും ഒന്നുമില്ലാതെ എങ്ങോട്ടാടാ നീ പോയത്? ഇനി എന്തായാലും നീ എങ്ങോട്ടും പോകണ്ട. എനിക്ക് വയ്യ ആ കൊച്ചിൻ്റെ സങ്കടം കാണാൻ. അവളിവിടെ അനുഭവിച്ച വിഷമം എനിക്കല്ലേ അറിയൂ. മറിയാമ്മ ചേട്ടത്തി ശ്യാമിൻ്റെ കൈകളിൽ പിടിച്ച് കണ്ണീരോടെ സ്നേഹത്തോടെ പരിഭവിച്ചു. അപ്പോഴേക്കും അവിടേക്ക് നവീനും അനുവും എത്തിച്ചേർന്നു. ഡാ, നീ ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തിയോ? വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ശ്യാമിൻ്റെ തോളിൽ കൈയിട്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങുന്ന നവീനെ കണ്ടപ്പോൾ അനുവിന് ദേഷ്യം വന്നു. അവൾ ഇടുപ്പിൽ കൈ കുത്തി കളിയാക്കി പരിഭവിച്ചു. രണ്ടും കൂടി ഇത്രയും ദിവസം കറങ്ങി നടന്നിട്ട് മതിയായില്ലേ? വീണ്ടും തുടങ്ങിയിരിക്കുന്ന ഒരു രഹസ്യം പറച്ചിൽ. അസൂയുള്ളവർക്ക് സ്നേഹം കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും, സ്വാഭാവികം. ശ്യാം നവീനെ നോക്കി കണ്ണു ചിമ്മി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ചെല്ല്, നിങ്ങൾ രണ്ടും കൂടി എന്താണെന്ന് വെച്ചാൽ കാണിക്ക്. എനിക്ക് ബാങ്കിൽ പോകാൻ സമയമായി, വരുന്നുണ്ടെങ്കിൽ വാ എന്നും പറഞ്ഞ് അനു അകത്തേക്ക് നടന്നു. വീടിനൽപ്പം മാറി നിന്ന് ശ്യാം താൻ ചെയ്ത കാര്യങ്ങളെല്ലാം നവീനോട് ചുരുക്കത്തിൽ വിവരിച്ചു. സണ്ണിയെയും മെഴ്സിയെയും ഹോസ്പിറ്റലിൽ എത്തിച്ചതും അവിടെ അഡ്മിറ്റ് ചെയ്തതുമായ കാര്യങ്ങൾ കേട്ട് നവീൻ അത്ഭുതത്തോടെ കേട്ടു നിന്നു. എടാ, നമുക്കിവിടെ വെച്ച് കൂടുതൽ സംസാരിക്കേണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നും. ഞാൻ നിന്നെ ഫോണിൽ വിളിക്കാം, ശ്യാം ശബ്ദം താഴ്ത്തി പറഞ്ഞു. അത് ശരിയാ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. നവീൻ ശ്യാമിൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ ആശങ്ക പങ്കുവച്ചു. രാവിലെയും വൈകിട്ടും നിനക്ക് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടി വരില്ലേ? അത് നീ എങ്ങനെ മാനേജ് ചെയ്യും? വീട്ടിൽ ചോദിക്കുമ്പം എന്ത് മറുപടിയാണ് പറയുക? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. തൽക്കാലം നീ അകത്തേക്ക് വാ. അത്രയും പറഞ്ഞ് നവീനെ കൂട്ടി ശ്യാം വീണ്ടും വീടിനുള്ളിലേക്ക് നടന്നു. തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും ഇത്രയും വലിയൊരു സത്യം തൽക്കാലത്തേക്ക് മൂടി വെക്കേണ്ടി വരുന്നതിൻ്റെ ഭാരം അവൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും ഒടുവിലെല്ലാം ശുഭമായി അവസാനിക്കുമെന്ന പ്രതീക്ഷ അവനുള്ളിൽ കരുത്തേകി. ശ്യാം വേഗത്തിൽ കുളിച്ച് റെഡിയായി താഴേക്ക് വന്നു. പല ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയിട്ടും പ്രഭാതത്തിൽ തന്നെ പതിവ് പോലെ ഓഫീസ് വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരുങ്ങിക്കെട്ടി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ വീണയുടെ നെഞ്ചിലൊരു പിടച്ചിലുണ്ടായി. സന്തോഷം മാറി ആ മുഖത്ത് ചെറിയൊരു പരിഭവം നെള്ളിച്ചു. "Can you stay with us for a while today? You just got back after so many days and now you are leaving again?" അവൾ നൊമ്പരത്തോടെ ചോദിച്ചു. ശ്യാം ഒന്ന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. "പിന്നെ ബാങ്കിൻ്റെ അപ്പൻ്റെ വകയാണല്ലോ, പോകാതിരുന്നാൽ സാലറി കൃത്യമായി കിട്ടാൻ." അപ്പോഴേക്കും മുറ്റത്ത് നവീൻ വണ്ടിയെടുത്ത് ഹോൺ അടിക്കാൻ തുടങ്ങിയിരുന്നു. വരുന്നൂടാ, കിടന്നലറണ്ട ഒന്ന് വിളിച്ചു പറഞ്ഞ് ശ്യാം വേഗം ഓടിച്ചെന്ന് വണ്ടിയിൽ കയറി. അനുവും വണ്ടിയിലുണ്ടായിരുന്നു. വിശേഷങ്ങൾ പങ്കുവച്ച് അവർ ജോലി സ്ഥലം ലക്ഷ്യമാക്കി. ഇടയ്ക്ക് നവീൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. "എടാ, നമുക്ക് ഇന്ന് വൈകിട്ട് തൊട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോയാലോ? നീ വന്നിട്ട് വേണം തുടങ്ങാനെന്ന് കരുതി ഞാൻ ക്ലബിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്." അത് കേട്ട് അനു ഒന്ന് മുഖം ചുളിച്ചു. പുതിയ കണ്ടുപിടുത്തങ്ങളുമായി ഇറങ്ങിക്കോളൂ, അവൾ ചെറിയ ദേഷ്യത്തോടെ പറഞ്ഞു. "നീ എത്ര അസൂയപ്പെട്ടിട്ടും കാര്യമില്ല മോളെ. ഞങ്ങളൊന്ന് ചുള്ളന്മാരാകാൻ തീരുമാനിച്ചു." കാറിൻ്റെ റിയർ വ്യൂ കണ്ണാടിയിൽ നോക്കി തലമുടി ഒതുക്കിക്കൊണ്ട് നവീൻ പറഞ്ഞു. ഈ ഊരുതണ്ടി വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിനക്കിത്തിരി ഇളക്കം കൂടിയിട്ടുണ്ട്. മനുഷ്യ, വേറെ വല്ല പെണ്ണുങ്ങളെ നോക്കിയെന്നറിഞ്ഞാൽ അന്ന് വിട്ട് ഞാൻ നിൻ്റെ കാൽ മര്യാദക്കിരുന്നോണം. അനു ഗൗരവത്തിൽ മുന്നറിയിപ്പ് നൽകി. നവീൻ വിടാൻ തയ്യാറായില്ല. "നീ പേടിക്കണ്ടടി, ഏതായാലും നീ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് വൈഫ്. ഇത് കഴിഞ്ഞുള്ളതെല്ലാം സെക്കൻഡ് അല്ലേ?" അത് കേട്ട പാടെ അനു അവൻ്റെ തലയിൽ നല്ലൊരു തട്ടു കൊടുത്തു. "ഇപ്പോൾ കൈകൊണ്ടാണ് തട്ടിയത്, കൂടുതൽ കളിച്ചാൽ ഞാൻ ചുറ്റിക എടുക്കും കേട്ടോ." "അയ്യോ, ചുമ്മാ പറഞ്ഞതാ എൻ്റെ പൊന്നെ," നവീൻ കൈ കൂപ്പി അപേക്ഷിച്ചു. ഇവരുടെ കൊഞ്ചലും തമാശയും കണ്ട് ശ്യാമിന് ചെറിയൊരു ദേഷ്യം വന്നു. "രണ്ടും കൂടി പഞ്ചാര അടിക്കാൻ വണ്ടിയിൽ കയറിയതാണോ? വീട്ടിൽ വെച്ച് പറഞ്ഞു തീർത്തിട്ട് പോന്നാൽ പോരായിരുന്നോ?" അവൾ നിർത്തിയപ്പോൾ അവൻ തുടങ്ങി.
ഇതാ നിങ്ങളുടെ ഓഫീസെത്തി, വേണമെങ്കിൽ രണ്ടും ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും, നവീൻ പറഞ്ഞു. അവരെ ഓഫീസിൽ വിട്ട് നവീൻ തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി. പകൽ മുഴുവൻ ശ്യാമിൻ്റെ മനസ്സ് ആശുപത്രിയിലായിരുന്നു. ഇടയ്ക്കിടെ അവൻ ഡോക്ടറെ വിളിച്ച് സണ്ണിയുടെ വിവരം തിരക്കിക്കൊണ്ടിരുന്നു. വൈകിട്ട് നേരിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. വൈകുന്നേരം ശ്യാമും നവീനും ആശുപത്രിയിലെത്തുമ്പോൾ മേഴ്സി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവരെ കണ്ടതും മേഴ്സി ബഹുമാനത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട അമ്മേ, ഇരുന്നോ. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം അവന് മനസ്സിലായത്. അമ്മേ എന്നാ വിളി കേട്ടതും മേഴ്സിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അയ്യോ, ഞാൻ അറിയാതെ വിളിച്ചു പോയതാ, എന്നോട് ക്ഷമിക്കണം. തൻ്റെ വാക്കുകൾ മേഴ്സിയെ വേദനിപ്പിച്ചു എന്ന പരിഭ്രമത്തോടെ ശ്യാം തിരുത്തി. എന്നാൽ ആ കണ്ണീർ വേദനയുടേതല്ലായിരുന്നു. വർഷങ്ങളായി മരവിച്ചു പോയൊരമ്മ മനസ്സിൽ സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടി ഒഴുകിയതായിരുന്നു അത്. സാരമില്ല മോനെ, അമ്മ എന്ന് വിളിച്ചപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞതാ, മേഴ്സി വിറയലോടെ പറഞ്ഞു. ശ്യാമിൻ്റെ ആ വിളിയിൽ തൻ്റെ മകളുടെ ഗന്ധമുണ്ടെന്ന് ആ പാവം അപ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. ഏറെ സമയം അവരവിടെ സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും ആദ്യത്തെ ഷോക്ക് ചികിത്സ കഴിഞ്ഞ് സണ്ണിയെ റൂമിലെത്തിച്ചു. സെഡേഷൻ്റെ ചെറിയ മയക്കത്തിലായിരുന്ന സണ്ണിയെ കണ്ടപ്പോൾ ശ്യാമിന് വല്ലാത്ത സഹതാപം തോന്നി. അവൻ തൻ്റെ ബാഗിൽ കരുതിയിരുന്ന ട്രിമ്മർ എടുത്ത് സണ്ണിയുടെ മുഖത്തെ ജടപിടിച്ച താടിയും മുടിയും വൃത്തിയാക്കി ഒതുക്കി. ആ കാട്ടുരൂപം മാറി സണ്ണി പെതുക്കെ ഒരു മനുഷ്യക്കോലത്തിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ മേഴ്സിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പിന്നീട് ശ്യാം ഡോക്ടറുടെ ക്യാബിനിലെത്തി തൻ്റെ ആവശ്യം അറിയിച്ചു. സർ, എനിക്ക് DNA ടെസ്റ്റിനുള്ള സാമ്പിൾ എടുക്കണം. പറ്റിയാൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നേഴ്സിനെ നാളെ എൻ്റെ വീട്ടിലേക്ക് വിടാമോ? അല്പം ആലോചിച്ച ശേഷം ഡോക്ടർ സമ്മതിച്ചു. ശരി, ഞാൻ നാളെ ഒരു സിസ്റ്ററെ നിങ്ങളുടെ വീട്ടിലേക്ക് വിടാം. പക്ഷേ വീട്ടുകാർക്ക് യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ രക്തമെടുക്കാൻ നീ തന്നെ ഒരു വഴി കണ്ടെത്തണം. ശ്യാം ഡോക്ടറോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും യാത്ര തിരിച്ചു. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശ്യാം വീട്ടിലെത്തി. അവനെ കണ്ടതും മറിയാമ്മ ചേട്ടത്തി പെതുക്കെ അരികിലെത്തി രഹസ്യമായി പറഞ്ഞു. വീണമോൾ ചെറിയ പിണക്കത്തിലാണ് കേട്ടോ. കുറേ ദിവസം കഴിഞ്ഞ് വന്നിട്ടും അവളുടെ അടുത്തിരിക്കാതെ വീണ്ടും ചുറ്റാൻ പോയതിൻ്റെ സങ്കടമാണ്. അതൊക്കെ ഞാനിപ്പോൾ ശരിയാക്കി തരാം അമ്മച്ചി എന്ന് പുഞ്ചിരിയോടെ പറഞ്ഞ് അവൻ കിടപ്പ് മുറിയിലേക്ക് നടന്നു. ജനലിലൂടെ പുറത്തെ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു വീണ. ശ്യാം പെതുക്കെ ചെന്ന് അവളുടെ പിന്നിലൂടെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. അവൾ പിണക്കം അഭിനയിച്ച് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും ശ്യാം അവളെ വിട്ടില്ല. ഒടുവിൽ വരിഞ്ഞു മുറുക്കി അവൻ്റെ മാറിലേക്ക് ഒരു കൊച്ചു പൂച്ചക്കുട്ടിയെപ്പോലെ അവൾ ഒട്ടി നിന്നു. ആ സ്നേഹത്തിൽ അവളുടെ പരിഭവമെല്ലാം അലിഞ്ഞുപോയി. അത്താഴമേശയിൽ എല്ലാവരും ഒരുമിച്ചിരുന്നപ്പോൾ മറിയാമ്മ ചേട്ടത്തി ശ്യാമിനോട് പറഞ്ഞു. കുറേ ദിവസം കൂടിയാ വീണമോൾ സമാധാനമായി ആഹാരം കഴിക്കുന്നത്. മോൻ പോയേ പിന്നെ ഇവൾ വയറ് നിറച്ച് ഒന്നും കഴിച്ചിട്ടില്ല. ഈ അമ്മച്ചി ചുമ്മാ പറയുന്നതാ. നിങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ സുഖമായി കുറേ ദിവസം ഉറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. വീണ ചിരിച്ചുകൊണ്ട് ശ്യാമിനെ കളിയാക്കി. അവളുടെ തമാശയിൽ ആ മുറിയിൽ പൊട്ടിച്ചിരികൾ മുഴങ്ങി. ഭക്ഷണത്തിനിടയിൽ വളരെ ലാഘവത്തോടെയാണ് ശ്യാം ആ കാര്യം അവതരിപ്പിച്ചത്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ ഞങ്ങളുടെ ക്ലബിൻ്റെ വക ഒരു മെഡിക്കൽ ക്യാമ്പുണ്ട്. അത് കഴിയുമ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ ഇങ്ങോട്ട് വരും. അമ്മച്ചിയുടെയും വീണയുടെയും ബ്ലഡ് എടുക്കാൻ. ഇടയ്ക്കൊക്കെ രക്തം പരിശോധിക്കുന്നത് നല്ലതാണ്. ഒരാവശ്യമില്ലാതെ എന്തിനായിട്ടാണ് ഇപ്പോൾ ബ്ലഡ് പരിശോധിക്കുന്നത്? വീണ വല്ലാത്തൊരു അമ്പരപ്പോടെ ചോദിച്ചു. അത് പിന്നെ നീ കുറേ കാലമായില്ലേ എൻ്റെ ചോര കുടിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങാനും മാറിയോ എന്നൊന്ന് ഉറപ്പ് വരുത്താമല്ലോ എന്ന് കരുതി. ശ്യാം കണ്ണ് ചിമ്മി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഓഹോ, എങ്കിൽ പിന്നെ ഏട്ടനും കൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ. തിരിച്ചുമാകാമല്ലോ. എന്തായാലും അവർ വരട്ടെ. അവൾ ചുണ്ട് ചുളിച്ചുകൊണ്ട് കളിയാക്കി പറഞ്ഞു. തൻ്റെ ഉദ്ദേശം ഇത്ര പെട്ടെന്ന് നടപ്പിലായതിൽ ശ്യാമിന് വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും തോന്നി. പിറ്റേന്ന് ശ്യാം ബാങ്കിലേക്ക് പോയി കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നുള്ള സിസ്റ്റർ വീട്ടിലെത്തി. അവർ വീണയുടെയും മറിയാമ്മ ചേട്ടത്തിയുടെയും രക്തസാമ്പിളുകൾ ശേഖരിച്ച് വേഗം തന്നെ മടങ്ങി. അതേസമയം ആശുപത്രിയിൽ വെച്ച് ചില സാധാരണ പരിശോധനകളുടെ മറവിൽ ഡോക്ടർ മേഴ്സിയുടെ രക്തവും ശേഖരിച്ചിരുന്നു. ഒട്ടും വൈകാതെ തന്നെ ആ 2 നിർണായക സാമ്പിളുകളും DNA പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചു. പിന്നീടുള്ള 2 ആഴ്ചകൾ ശ്യാമിനെ സംബന്ധിച്ചിടത്തോളം അഗ്നിപരീക്ഷയുടേതായിരുന്നു. ഓരോ ദിവസവും ഓരോ യുഗം പോലെയാണ് കടന്നുപോയത്. വീട്ടിലുള്ളവർ യാതൊന്നും അറിയാതിരിക്കാൻ ശ്യാമും നവീനും അങ്ങേയറ്റം ജാഗ്രത പാലിച്ചു. ഇതിനിടയിൽ സണ്ണിയുടെ അവസ്ഥയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി.
വർഷങ്ങളായി തളച്ചിട്ടിരുന്ന മനോരോഗത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായും അഴിഞ്ഞു വീണു. നഷ്ടപ്പെട്ട മകൾക്ക് പകരം കിട്ടിയ 2 ആൺമക്കളെ പോലെ ശ്യാമിനെയും നവീനെയും മേഴ്സി സ്നേഹം കൊണ്ട് മൂടി. എന്നാൽ റിസൾട്ട് വരുന്ന ദിവസം അടുക്കുംതോറും ശ്യാമിൻ്റെ മനസ്സ് കൂടുതൽ പുകയാൻ തുടങ്ങി. ഈ സത്യം പുറത്തു വരുമ്പോൾ ഞാനിത് എങ്ങനെ വീണയോട് പറയും? അവളുടെ അസ്തിത്വത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഈ രഹസ്യം അവൾ എങ്ങനെ താങ്ങുമെന്ന ചിന്ത അവൻ്റെ ഊണും ഉറക്കവും കെടുത്തി. ശ്യാമിൻ്റെ മുഖത്തെ ഈ മ്ലാനതയും വെപ്രാളവും വീണ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതവളെ വല്ലാതെ അസ്വസ്ഥയാക്കിയെങ്കിലും ബാങ്കിലെ ജോലി തിരക്കാവാമെന്ന് കരുതി അവൾ തൽക്കാലം മൗനം പാലിച്ചു. അങ്ങനെ ആ വലിയ സത്യത്തിൻ്റെ ഭാരവും പേറി ശ്യാം കാത്തിരിപ്പ് തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.